കുന്നംകുളത്തെ വിലക്കുറവിന്റെ ഏറ്റവും വലിയ വസ്ത്രശേഖരം കൽപ്പക വെഡ്ഡിങ്സ് സർക്കാരിന്റെ എല്ലാ നിർദ്ദേശങ്ങളും അക്ഷരപ്രതി അനുസരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. പൊന്നാനി താലൂക്കിൽ 24 മണിക്കൂറിനുള്ളിൽ റേഷൻ കാർഡ് നൽകുന്ന പദ്ധതി പ്രകാരം ഇതുവരെ നൽകിയത് 132 പുതിയ റേഷൻ കാർഡുകൾ. കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് മണിക്കൂറുകൾക്കുള്ളിൽ റേഷൻ കാർഡ് ലഭ്യമാക്കുന്നത്. 132 അപേക്ഷകളായിരുന്നു റേഷൻ കാർഡിനായി താലൂക്കിൽ ലഭിച്ചത്. അപേക്ഷിച്ച എല്ലാവർക്കും കാർഡ് ലഭിച്ചു. പൊതുവിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡുകളാണിവ. 20 പേർ മാത്രമാണ് ഇനി റേഷൻ കാർഡ് കൈപ്പറ്റാനുള്ളത്. ഏപ്രിൽ 29 മുതലാണ് റേഷൻ കാർഡിനുള്ള അപേക്ഷ സ്വീകരിക്കാൻ തുടങ്ങിയത്. മെയ് 15 മുമ്പ് തന്നെ കാർഡ് ലഭ്യമായവർക്ക് റേഷൻ ലഭിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ ഒരു സ്ഥലത്തും റേഷൻ കാർഡില്ലാത്ത കുടുംബങ്ങളുടെ അപേക്ഷ മാത്രമാണ് ഇപ്പോൾ പരിഗണിക്കുന്നത്. നിലവിലുള്ള അംഗങ്ങളെ ഒഴിവാക്കി പുതിയ കാർഡുണ്ടാക്കുന്ന അപേക്ഷകൾ തൽക്കാലം പരിഗണിക്കില്ല. റേഷൻ കാർഡില്ലാത്ത കുടുംബങ്ങൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കണം. സിവിൽ സപ്ലൈസ് കേരള.gov.in എന്ന വെബ്സൈറ്റിലുള്ള സിറ്റിസൺ ലോഗിൻ ഉപയോഗിച്ച് അപേക്ഷ സമർപ്പിക്കാം. ഓഫീസുകളിൽ നേരിട്ട് അപേക്ഷ സ്വീകരിക്കുന്നതല്ല. ഓൺലൈനായി നൽകിയ അപേക്ഷയുടെ പ്രിന്റൌട്ട് താലൂക്ക് സപ്ലൈ ഓഫീസിലും ഹാജരാക്കേണ്ടതില്ല. അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കുന്ന രേഖകളുടെ ആധികാരികത സംബന്ധിച്ച് അപേക്ഷകൻ സത്യവാങ്മൂലം നൽകേണ്ടതുണ്ട്. അപേക്ഷയിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളുടെയും ആധാർ നമ്പറും പകർപ്പും അപേക്ഷയോടൊപ്പം ഉൾപ്പെടുത്തണമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർ അറിയിച്ചു. NCV ന്യൂസ് പൊന്നാനി.